രാഹുലിനൊപ്പം വീണ്ടും ചില കൂട്ടിരിപ്പുകാർ ബന്ധുക്കളുണ്ട് എന്നാണ് തോന്നുന്നത്. അവരുടെ രാഹുൽ, എന്താണിപ്പോ പലരും അത്തരത്തിലുള്ള സ്ഥിതിക്ക് പറഞ്ഞിരുന്നു, ബന്ധുക്കൾ തന്നെ അങ്ങനെ ആരോപണം ഉന്നയിച്ചു എന്നാണ്. ഇവർക്ക് എല്ലാവർക്കും ഇതേ ഒരു സംശയമാണോ? വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനിടയാക്കിയ സാഹചര്യമാണ് തങ്ങളുടെ ഉറ്റവരുടെ ജീവൻ എടുത്തത് എന്ന ഉറച്ച ബോധ്യത്തിലാണോ? എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? ഗംഗാധരൻ കൊയിലാണ്ടി സ്വദേശിയാണ്, 72 വയസ്സുകാരനാണ്. കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ബന്ധു തത്സമയം നമ്മോടൊപ്പം ചേരും. നിങ്ങളൊക്കെ ചേർന്ന് തന്നെയാണോ ഇന്നലെ കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തിറക്കിയത്? ഞാനും എല്ലാം കൂടിയാണ് പുറത്തേക്ക്, ഞാനും എൻ്റെ പെങ്ങളും കൂടിയാണ് പുറത്തേക്ക് ഇതാക്കി. അതുവരെ ഞാൻ വലിയ കയറ്റിയതായിരുന്നു. പിന്നെ അല്ലല്ല, കാഷ്വാലിറ്റിയിലായിരുന്നു. കാഷ്വാലിറ്റിയിൽ സോഡിയം കുറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റിയതാണ്. അന്ന് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് തീപ്പടുന്നത് കാണുന്നത്. അങ്ങനെ പിന്നെ തീപ്പടുന്നത് ചോദിച്ചാൽ 30 നാളെ വർത്താനം പറയുന്നത്. അതായത് എന്താന്ന് വെച്ചാൽ കഴുത്തുകൊണ്ട് എന്താന്ന് ഞാൻ പറഞ്ഞ് അത് പേടിക്കാനൊന്നുമില്ല, പേടിക്കാതാണ്, പേടിക്കൊന്നും വേണ്ട, നമ്മൾ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ്. അങ്ങനെ ഞങ്ങൾ അപ്പോഴേക്ക് ജനങ്ങളെല്ലാം കൂടി വന്നെങ്കിൽ പോകുകയെല്ലാം കൂടി ആളെ ഒന്നും മനസ്സിലാവുന്നില്ല, എല്ലാം കൂടി പുറത്തേക്ക് ചാടണം അയ്യാൻ. അങ്ങനെ അവിടെ എത്തി 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും മരണം സംഭവിച്ചു. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ച ആളാണല്ലേ? സംഭവിച്ചത് എന്താണെന്ന് വെച്ചു മുപ്പത് കഴുത്തുകൊണ്ട് എന്താ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പേടിക്കാനൊന്നുമില്ല, നമ്മൾ പുറത്തേക്ക് തൽക്കാലത്തേക്ക് മാറാം, നമ്മൾ പേടിപ്പിച്ചുകൊണ്ടാണ്. അല്ല, നിങ്ങൾ ഡോക്ടർമാരുടെ സഹായത്തിലാണോ മാറ്റിയതോ നിങ്ങൾ തന്നെയാണ്? അല്ലല്ല, ഞങ്ങൾ സ്വന്തം സഹായത്തെ പുറത്തേക്ക് ഇരുന്ന് അവിടെ ഓരോ രോഗീനെ ഇരിക്കുന്നുണ്ട് എന്നല്ല തിരക്കില്ല. നമ്മളാന്ന് സഹായിക്കാൻ പുറത്തേക്ക് പോയി, ഞാനും എൻ്റെ പെങ്ങളും കൂടി എല്ലാം കൂടി. രാത്രി ഡോക്ടർമാരെന്താ പറഞ്ഞേ? രാത്രി മരിച്ചതിന് ശേഷം നമുക്ക് ഹോസ്റ്റലിലേക്ക് ആറ്റാം, ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാം. നമുക്ക് കാരണമായിട്ടൊന്നും പറഞ്ഞില്ല. രാവിലെ ഒറ്റ കാര്യം, ഇദ്ദേഹത്തെ കാഷ്വാലിറ്റിയിൽ എത്തിച്ച് ചികിത്സ ആരംഭിച്ച ശേഷമാണോ പെട്ടെന്ന് മാറ്റിയത്? അതോ അവിടെ എത്തിയ വഴി പുറത്തേക്ക് ഇറക്കേണ്ടി വന്നോ? സ്ഥിരീകരിച്ച് മരണം സംഭവിച്ചെങ്കിൽ ഇത് ഓക്സിജൻ കെട്ടായിട്ടാണ് മരിച്ചത്. ദിവിഷ്, അതായത് അദ്ദേഹം അവിടെ ചികിത്സയിലുണ്ടായിരുന്ന ആളാണ്. കൊണ്ടുവരുന്ന വഴി ഒന്നൊന്നുമല്ല, അവിടെ ചികിത്സയിലിരിക്കെ ഈ വിധത്തിൽ പുകയുകയും പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? ഒറ്റ ദിവസമായിക്കുള്ളൂ, ഒരു ദിവസം ആയിക്കില്ല. ഞങ്ങൾ അന്ന് 12 എനിക്ക് ഉച്ചയ്ക്ക് 12 എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഒരു 9-7 ഇത് സംഭവം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓക്സിജൻ സഹായത്തോടെയാണോ ചികിത്സ ഉണ്ടായിരുന്നത്? അല്ലല്ല, അതുകൂടെ വന്നേരം സോഡിയം കുറഞ്ഞതിനെ കൊണ്ട് 30 ഇത് വെക്കണം എന്നാണ്. അത് ഞങ്ങൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചേർത്തേരം 30 ഇവിടെ ഡോക്ടർ കുറവാണ്. അതിനെക്കൊണ്ട് നിങ്ങൾ നേരെ കോളേജിലേക്ക് പോകുന്നത് നല്ലത്. ഇവിടെ ആഴ്ചക്ക് ഒരു ദിവസം ആളുണ്ടോ. പിന്നെ ഞങ്ങളിവിടെ നിങ്ങളുടെ അടുത്ത് കോളേജില്ലേ, അതൊക്കെ എല്ലാ ചികിത്സയും കിട്ടും. അതിനെക്കൊണ്ട് നിങ്ങൾ ആടത്തേക്ക് പോട്ടുന്നതാണ്. ഈ കൃത്യമായ ശ്വാസം കിട്ടാത്തത് കൊണ്ട് മരിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? ശ്വാസം കിട്ടാതെ മരിച്ച് അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നല്ലേ? പുകയുന്നത് കൊണ്ട് തന്നെ. അതെ, അല്ലെങ്കിൽ വർത്താനം ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ വരുന്നേരം ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഡോക്ടർമാരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിരുന്നില്ലേ? ചോദിച്ചു, എല്ലാം ചോദിച്ചു. മരിച്ചതിന് ശേഷം ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞ ഇതാന്ന് ഓക്സിജൻ കിട്ടാണ്ടാവും മരിക്കുന്നതെന്നാണ്. അങ്ങനെ പറഞ്ഞു. നിങ്ങൾ പരാതിയായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഡോക്ടർ ആളോട് നേരിട്ട് പറഞ്ഞത് ഓക്സിജൻ കിട്ടാണ്ടാന്ന്. ഇപ്പോൾ നമുക്ക് ചാടലെ അറിയുന്ന കുറേ പേഷ്യൻ്റ് ഉണ്ടായി, പേഷ്യൻ്റെല്ലാം സിസ്റ്റർമാരെല്ലാം ഉണ്ടായിരുന്നു. ഒരു പരമാവധി ശ്രമിച്ച് നോക്കിക്കുക, ഓക്സിജൻ കിട്ടുന്നില്ല. എന്താ വെച്ചാൽ ഓക്സിജൻ്റെ സിലിണ്ടറെല്ലാം ഉള്ളിലാണ്. ഇതെല്ലാം ഫിറ്റിങ് ചുമരിൻ്റെ ഉള്ളിലല്ലേ സംഭവം ഉള്ളത്. ഈ ചുമരോ ഇത് വലിച്ചൊന്ന് ചേട്ടാ. പിന്നെ എല്ലാം ബോഡിൻ്റെ ഉള്ളിൽ തീ ഇങ്ങനെ കയറുന്ന കാണുന്നത്. പിന്നെ പിന്നെ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ പേഷ്യൻറ്റിനെ അതിൻ്റെ ആപ്പനെ തന്നെ പുറത്തേക്ക് രക്ഷിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. ഞാൻ നോക്കിയില്ല, പിന്നെ തീർത്ത് പുറത്തേക്ക് ഇല്ല. അപ്പോഴേക്ക് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് ആംബുലൻസ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചിരിക്കുന്നത്. അതൊന്നും വന്നപ്പോഴേക്ക് മരിച്ച് സ്ഥിരീകരിച്ച്. ഡോക്ടർ പരമാവധി നോക്കി കേട്ടോ, ശ്രമിക്കാൻ നോക്കുന്നത്. ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാണ് കാണുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഓടാനുള്ള ശ്രമത്തിൽ കൂടിയായിരുന്നല്ലേ? ഓടാനുള്ള ശ്രമത്തിലാണല്ലോ. പുക കൊണ്ടൊന്നും ആൾക്കാരൊന്നും മനസ്സിലാവുന്നില്ല. പരസ്പരം ആളുകളൊക്കെ കാണാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. കാണാൻ പറ്റുന്നുണ്ട്, അത്ര ഇതായിക്കില്ല. ഞങ്ങൾ അപ്പോഴേക്ക് പിന്നെ ഉള്ളിലോട്ട് ഒന്നും കാണിക്കില്ല. ഞങ്ങൾ കിടക്കുന്ന എൻ്റെ കൂടെ എന്ന് വെച്ചാൽ മൂപ്പർ നിൽക്കുന്ന ഇത് കാണുന്നത്. ഇപ്പോൾ മേലത്തെ സീലിങ്ങിൻ്റെ വന്നാൽ പുക പടയുന്നുണ്ട്. ഈ പൊട്ടിത്തെറിയൊക്കെ അപ്പോൾ നിങ്ങൾ കേട്ടിരുന്നോ? പൊട്ടിത്തെറി ഇങ്ങനെ എന്തല്ലോ വെച്ചാൽ ഞങ്ങൾ പിന്നെ അതിൻ്റെ മഴയല്ലേ, മഴ കൊണ്ട് ഇടിയെടുക്കാന്ന് വന്നുള്ള വിചാരം. മേലത്ത് ഞങ്ങൾ പുറത്തേക്ക് ആളെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. അന്നേരം സീലിങ്ങിൻ്റെ ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു തീങ്ങ ചാടുന്നു. പിന്നെ ഒന്നിച്ച് പുകയാണ് കാണുന്നത് സീലിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെ അയ്യോ റൂം ഫുള്ളായിട്ട് പുകയാണ് കാണുന്നത്. പിന്നെ ഞാളത്തേക്കാണ് പുക അടിച്ച് കയറുന്നത്. പിന്നെ ഇതിൻ്റെ പ്ലഗിൻ്റെ ഉള്ളിൽ നല്ല നന്നായിട്ട് തീ ഒന്ന് കയറ്റിയ. ഇടിമിന്നലുണ്ടായതുകൊണ്ട് അതാണെന്നാണ് ആദ്യം കരുതിയത്. അല്ല, ഇടിമിന്നലുണ്ട്, അത് നേരത്തെ കഴിഞ്ഞില്ലേ, അതുകൊണ്ടൊന്നും ആയിക്കില്ല. ഇതാണ് വലിയ മരിക്കാൻ കാരണം വെച്ചാൽ ഓക്സിജൻ കിട്ടാൻ
അതുകൊണ്ടാണോ എന്നറിയില്ല. എന്താ വെച്ചാൽ ഇടിമിന്നലിട്ട് അതിൻ്റെ ഷോർട്ട് അടിച്ചിട്ടാണോ എന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് ഓക്സിജൻ കിട്ടാത്ത അതെന്ത് പറയാൻ പറ്റില്ല. എനിക്ക് ഞങ്ങൾക്ക് ഓക്സിജൻ കിട്ടാത്ത പ്രശ്നം പറയുന്നുള്ളൂ. വെറുതെ ഞാൻ പറഞ്ഞില്ല. അത്യന്തം ദുഃഖകരമായൊരു സംഭവമാണ്. ജാസിന്റെ അനിയനായിട്ട് വരും. ഗംഗാധരേട്ടൻ്റെ മകൻ സ്വന്തം മകനല്ല, ഒരു 4 പെൺകുട്ടികളാണ്. അതിൽ ഞാനാണെന്ന് എല്ലാവരുടെയും പോകാനും വരാനും ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടുവരത്തില്ല കാര്യമാണ്. ദിവിഷ്, ഇതുവരെ വന്നതിൽ ഏറ്റവും ഗൗരവമേറിയ പ്രതികരണമാണ് ഈ ബന്ധുവിന്റെ ഭാഗത്ത്. അവിടെ എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ, എത്രത്തോളം വലിയ ഗൗരവതരമായ വീഴ്ചയാണ് ആശുപത്രി ഉണ്ടായത് എന്ന കാര്യത്തിലൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന വളരെ ഗൗരവമുള്ള പ്രതികരണമാണ്. ഓക്സിജൻ കിട്ടാതെയാണ് മരണം സംഭവിച്ചത്. കാരണം എന്ത് സംഭവിച്ചു, എന്ത് സംഭവിക്കുന്നുവെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് കാര്യങ്ങൾ വഷളായി പോകുന്നത്. എത്ര ഗുരുതരാവസ്ഥയുള്ള രോഗികളായിരുന്നു എന്നൊക്കെ വാദിച്ചാലും ഇത് മറ്റൊരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ കൂടുതൽ വിദഗ്ധ ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടും. അവിടെ സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഇവിടേക്ക് റെഫർ ചെയ്ത് വിട്ട രോഗിയാണ്. അവിടെയാണ് മരണം സംഭവിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ പ്രതികരണത്തിൽ കൃത്യമായ ഒരു വിശദീകരണം, അത് വ്യക്തമായി ബന്ധുക്കൾക്കുമൊക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു കൃത്യമായ മറുപടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാണ്. അദ്ദേഹം പറഞ്ഞ പോലെ മൊത്തം തീയായിരുന്നു, ആകെ പുക, ഒന്നും കാണാൻ കഴിയാത്ത സാഹചര്യം, ഓക്സിജൻ അദ്ദേഹത്തിന് മാസ്ക് വയ്ക്കാൻ പറ്റാത്ത സ്ഥിതി. കാരണം എല്ലാ സംവിധാനങ്ങളും പ്രവർത്തനം നിലച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ്. ഇത്രയും പുതിയൊരു ബിൽഡിങ്ങിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നു, അതിന് പെട്ടെന്നൊരു അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ പോകുന്നു എന്നൊക്കെ വലിയ വീഴ്ചകളാണ്. നമ്മൾ അപകടങ്ങൾ അല്ലാതെ കൂടുതൽ സംഭവിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഈ മരണങ്ങൾ സംഭവിച്ചത് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണോ എന്ന് വ്യക്തമാക്കേണ്ടത് കൂടുതൽ വ്യക്തത വരണം. പ്രത്യേകിച്ച് ഈ പ്രതികരണങ്ങളുടെയും പരാതിയുടെയും ഒക്കെ പശ്ചാത്തലം